അദാനി വിഷയത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ചട്ടം 267 പ്രകാരം പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച അനുവദിക്കാതെ ഇരുസഭകളും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നവംബർ 27 വരെ പിരിഞ്ഞു. The notices from Dr. John Bitas, Shri Mallikarjun Kharge, Shri Neeraj Dangi, Shri Pramod Tiwari, Shri Akhilesh Prasad Singh, Shri Sanjay Singh. ഗൗതം അദാനിയുടെ കൈക്കൂലിയും സാമ്പത്തിക തട്ടിപ്പും ചട്ടം 267 പ്രകാരം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. സഭ ആരംഭിച്ച ഉടൻ 12 മണിവരെ നിർത്തിവെച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം ശക്തമായതോടെ 27 വരെ പിരിയുന്നതായി അധ്യക്ഷന്മാർ ഇരുസഭകളെയും അറിയിച്ചു. ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി അടക്കം പ്രതിപക്ഷ എംപിമാർ അദാനിയുടെ ഇടപാടുകളും സാമ്പത്തിക തട്ടിപ്പുകളും, ഓഹരി വിൽപ്പനയിലെ ക്രമക്കേടും, കൽക്കരി വില വർധന തുടങ്ങിയ വിശദമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അദാനി വിഷയം ഉന്നയിച്ചെങ്കിലും ചർച്ച ചെയ്യാനാവില്ലെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ നിലപാട് സ്വീകരിച്ചു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ലോക്സഭയിലും അദാനി വിഷയവും മണിപ്പൂർ കലാപവും യുപിയിലെ വർഗീയ സംഘർഷവും അടിയന്തര പ്രമേയ നോട്ടീസായി എത്തി. CPIM MP കെ രാധാകൃഷ്ണൻ വയനാട് ദുരന്തവും അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിരുന്നു. എന്നാൽ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം അദാനി വിഷയം ഉന്നയിച്ച് നടുത്തളത്തിറങ്ങിയോടെ ലോക്സഭയും പിരിഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി പാർലമെന്റിലെത്തിയത്. അധികാരമോഹമുള്ള പാർട്ടികളെ ജനങ്ങൾ വലിച്ചെറിഞ്ഞുവെന്നും ഇവർ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും നരേന്ദ്രമോദി കോൺഗ്രസിനെ പരിഹസിച്ചു. न लोकतंत्र की भावना का सम्मान करते हैं, न ही वो लोगों की आकांक्षाओं का कोई महत्व समझते हैं, उनका उसके प्रति कोई दायित्व है वो कोई समझ पाते हैं, और उसका परिणाम है वो जनता की उम्मीदों पर कभी भी खरे नहीं उतरते हैं और परिणाम स्वरूप जनता को बार बार उनको रिजेक्ट करना पड़ रहा है. അന്തരിച്ച CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യസഭയും മുൻ ലോക്സഭാംഗം കൂടിയായ CPIM നേതാവ് MM ലോറൻസിന് ലോക്സഭയും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇരുസഭകളും ആരംഭിച്ചത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷം നാളെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ സംഘടിപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി.